കോൺഗ്രസ് വീണ്ടും തനിനിറം കാട്ടിയല്ലോ ചേട്ടാ. കാരണം നമ്മളിപ്പോൾ ചൈനയുമായിട്ടുള്ള നമ്മുടെ വളരെ നിർണായകമായ ഒരു യോഗം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പുടിനും മോഡിയും തമ്മിലുള്ള 1-to-1 മീറ്റിംഗ് നടക്കുകയാണ്. അതിൻ്റെ ഔട്ട്കം വരാനിരിക്കുന്നുള്ളൂ. പക്ഷേ ചൈനയുമായുള്ള മീറ്റിങ്ങിൽ ഇന്ത്യ കാലങ്ങളായി പറയുന്ന അതിർത്തി കടന്നുള്ള തീവ്രവാദം, മറ്റ് ഭീകരപ്രവർത്തനങ്ങൾ, പഹൽഗാമിനെ പോലും അപലപിക്കുന്ന തരത്തിലുള്ള സംയുക്ത പ്രമേയങ്ങൾ വരുന്നു. ഡ്രാഗണും ആനയും ഒന്നിച്ച് നിൽക്കേണ്ടവരാണ്, ഒന്നിച്ച് നൃത്തം ചെയ്യേണ്ട കാലമാണെന്ന് ഷീ പറയുന്നു. അങ്ങനെ ചൈന വലിയ തോതിൽ ഇന്ത്യക്ക് അനുഭാവപൂർവമായ അല്ലെങ്കിൽ നമുക്ക് ഗുണമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് പറയുന്നു മോദി ചൈനയ്ക്ക് മുന്നിൽ കുനിച്ചു. പിന്നെ ചൈന എങ്ങനെയാണ് ഭീകരവാദത്തിൻ്റെ ഇര തുടങ്ങിയ ചോദ്യങ്ങളുമായിട്ട് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഈ കോൺഗ്രസ് ചൈനയുമായിട്ട് ഒരു MOU സൈൻ ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധി പോയിട്ട് അതെന്തോ ഒരു മഹാകാര്യമാണെന്ന് രാഹുൽ ഗാന്ധി വിചാരിച്ചുകൊണ്ടിരുന്നു. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ പോലെ ചൈന ചെയ്യുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ചൈനയ്ക്ക് അങ്ങനത്തെ പ്രിൻസിപ്പിൾസ് ഒന്നുമില്ല. അവരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കടലാസ് ചിലപ്പോൾ ഒപ്പിട്ടൊക്കെ കൊടുത്തെന്ന് വരും. അതാത് രാഷ്ട്രീയ സാഹചര്യം നോക്കിയിട്ട് ചൈന നിലപാടുകൾ എടുക്കും. ചൈന 100% നമ്മളെ വിശ്വസിച്ചിട്ടില്ല. നമ്മൾ ചൈനയെ 100% വിശ്വാസത്തിലെടുത്തിട്ടുമില്ല. അമേരിക്കൻ ഹെജിമണി തടയുക എന്നുള്ള ലിമിറ്റഡ് ഉദ്ദേശത്തോടു കൂടിയുള്ള കോപ്പറേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ചൈനയുടെ കൂടെ ആവശ്യമാണ്. അത് ചൈനയുടെ ആവശ്യമാണ്, റഷ്യയുടെ ആവശ്യമാണ്, ഇറാൻ്റെ ആവശ്യമാണ്. ഏകദേശം എല്ലാ രാജ്യങ്ങളിലെയും, ഒരുപക്ഷെ പാകിസ്ഥാൻ ഒഴിച്ച് SCO മീറ്റിൽ പങ്കെടുക്കുന്ന മറ്റെല്ലാ രാജ്യങ്ങളിലെയും ആവശ്യമാണ്. അപ്പോൾ അതനുസരിച്ച് ചൈന പെരുമാറുന്നു സ്ട്രാറ്റജിക്കായിട്ട്. നമ്മളും അതനുസരിച്ച് തന്നെയാണ് പെരുമാറുന്നത്. രണ്ടുപേരും ഈ ഊതിയാണ് ഓരോ കാലും വയ്ക്കുന്നത്. ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടിട്ട് അത്രയ്ക്ക് കെയർഫുള്ളായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിൽ ബ്രേക്ക് ത്രൂ ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ഇപ്പോഴും SCOയുടെ ജോയിൻറ്റ് ഫൈനൽ കമ്മ്യൂണിക്കെ അത് പുറത്തു വന്നിട്ടില്ല. SCO വെബ്സൈറ്റിൽ വന്നിട്ടില്ല. ഈ കേൾക്കുന്നതൊക്കെ അഭ്യൂഹങ്ങളാണ്. ബട്ട് ശരിയാവാനും സാധ്യതയുണ്ട്. ഏകദേശം എല്ലാ നാഷണൽ ഇൻ്റർനാഷണൽ മീഡിയയും ഇത് ഫ്ലാഷ് ചെയ്തു. പെഹൽഗാം ടെററിസ്റ്റ് അറ്റാക്ക് ജോയിൻറ്റ് കമ്മ്യൂണിക്കെ വന്നു. ടെറർ ഫണ്ടിങ് അതാരാണെന്ന് നോക്കിയിട്ട് അവരെ ഐസൊലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഫലത്തിൽ ഇവർക്ക് പാകിസ്ഥാനെതിരായിട്ടുള്ള മെൻഷനാണ്. അപ്പോൾ ജാഫർ എക്സ്പ്രസിൻ്റെ എക്സ്പ്ലോഷൻ അതും ഇതിൽ വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ചൈനയ്ക്ക് അവിടെ താല്പര്യമുണ്ടല്ലോ ബലൂജ് മേഖല. അത് പക്ഷേ ഇന്ത്യക്കെതിരായിട്ടുള്ള പരാമർശമല്ല, ചൈനയ്ക്ക് അനുകൂലമായിട്ടാണ്. ഫലത്തിൽ അത് പാകിസ്ഥാൻ അനുകൂലമായിട്ടും വരുന്നുള്ളൂ. നമുക്ക് അതിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ജാഫർ എക്സ്പ്രസിൻ്റെ സ്ഫോടനത്തിൽ നമുക്ക് ഉള്ളിലൊരു സന്തോഷം തോന്നി എന്നുള്ളതല്ലാതെ വേറെ സ്റ്റേക്ക് നമുക്കതിലില്ല. നമ്മളുടെ ശത്രുവിൻ്റെ അവിടെ അവരുടെ ഉള്ളിൽ തന്നെ കലാപം നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം. ഇതിൽ കവിഞ്ഞുള്ള ഒരു താല്പര്യമൊന്നും ഇന്ത്യക്ക് അതിലില്ല. അപ്പോൾ ഫലത്തിൽ ഇതൊരു നല്ല കമ്മ്യൂണിക്കെ ആയിട്ട് കലാശിക്കും. കോൺഗ്രസ്സിന് അത് പിടിക്കില്ല. കോൺഗ്രസ് പറഞ്ഞു നമ്മൾ അമേരിക്കയ്ക്ക് കീഴടങ്ങി. ട്രംപ് പറഞ്ഞത് കേട്ട് നരേന്ദ്ര സറണ്ടർ അവിടെ കീഴടങ്ങി. ഇപ്പം ചൈനയുടെ കീഴടങ്ങി. ഈ രണ്ടുപേരുടെ അടുത്തും കീഴടങ്ങുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരിടത്തിലേക്ക് കീഴടങ്ങാൻ പറ്റുള്ളൂ. കാരണം ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ശക്തികളാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരാൾക്ക് മുമ്പിലേ നമുക്ക് കീഴടങ്ങാൻ പറ്റുള്ളൂ. അമേരിക്കയുമായിട്ട് കീഴടങ്ങി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ചൈനയുമായിട്ട് കീഴടങ്ങാൻ സാധ്യതയില്ല. ചൈനയുമായിട്ട് കീഴടങ്ങിയെങ്കിൽ അമേരിക്കയുമായിട്ട് നമ്മൾ കീഴടങ്ങിയിട്ടില്ല. ഈ വകതിരിവൊന്നും രാഹുൽ ഗാന്ധിക്കില്ല. രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ വക്താവും പ്രയോക്താവും ജനിതാവും എല്ലാം ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ്. അതിന് പുറകിലേക്ക് കോൺഗ്രസ്സിന് ചരിത്രമില്ല എന്നുള്ള മട്ടിൽ അവർ പെരുമാറുന്നു. അവർക്കിതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. ഇൻ്റർനാഷണൽ ലെവലിൽ ഭാരതം പോകുന്നതും സകലമാന പ്രിപ്പറേഷൻസോടുകൂടി ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതും അതിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നതും. SCO മീറ്റിങ്ങിൽ നരേന്ദ്രമോദി സംസാരിച്ചത് ഹിന്ദിയിലാണ്. പുടിൻ റഷ്യൻ ഭാഷയിലാണ് സംസാരിച്ചത്. ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ സംസാരിച്ചു. ഈ ഒരു മൾട്ടിലാറ്ററൽ വേൾഡ് എന്ന് പറയുന്നത് കാണാൻ പറ്റി SCOയിൽ. ഒരാൾ മറ്റേ ആളെ തൃപ്തിപ്പെടുത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടി അയാളുടെ ലാംഗ്വേജ് പഠിച്ചിട്ട് അത് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ടെക്നോളജി ഉണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് തർജ്ജമ ചെയ്ത് മറ്റേ ആളുടെ ചെവിയിൽ ഇത് കേൾക്കും.
കണ്ടിന്യൂസ്. എത്രയോ കാലമായിട്ട് അതുകൊണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ പറഞ്ഞ് ഡെവലപ്പ് ചെയ്ത ആപ്പുണ്ട്. പുള്ളി ഹിന്ദിയിൽ സംസാരിക്കുകയാണെങ്കിൽ മറ്റ് ഭാഷകളിൽ ഓട്ടോമാറ്റിക് പുള്ളിയുടെ ശബ്ദത്തിൽ തന്നെ ട്രാൻസ്ലേഷൻ വരും. മറ്റത് തർജ്ജമക്കാരൻ്റെ ശബ്ദത്തിലാണ് ട്രാൻസ്ലേഷൻ വരുന്നത്. മോദിയുടെ ശബ്ദത്തിൽ തന്നെ വരും. ഇങ്ങനെയൊക്കെയുള്ള ടെക്നോളജി ഉണ്ട്. അപ്പോൾ പിന്നെ ഈ നാടകമൊന്നും കളിക്കേണ്ട കാര്യമില്ല. പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. അപ്പോൾ അത് കോൺഗ്രസ്സിന് ഇതിൻ്റെ ഒന്നും അസൂയ താങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ രാജ്യമല്ലേ വലുത്? അല്ല, അത് കോൺഗ്രസ് മറന്നു പോകുന്നല്ലേ? അല്ല, കോൺഗ്രസ് മറന്നുപോയിട്ടൊന്നുമല്ല. കോൺഗ്രസ്സിന് രാജ്യം ഒരിക്കലും വലുതായിരുന്നില്ല. അവരുടെ ആ കുടുംബത്തിൻ്റെ ആധിപത്യം അതാണ് അവർക്ക് വലുത്. അവരൊരിക്കലും രാജ്യം വലുതാണെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അത് ചെയ്തിട്ടില്ല. അത് ആ ഏർപ്പാടൊക്കെ അവർ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അങ്ങ് നിർത്തി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ കോൺഗ്രസിൻ്റെ ബിഹേവിയർ നോക്കിയോ, ഒരു നാഷണലിസ്റ്റ് പരിപാടിയും കോൺഗ്രസ്സിനില്ല. ദേശീയത എന്നുള്ള ആശയം പോലും വിട്ടു. അതൊക്കെ വിട്ടു. ദേശഭക്തി ഗാനം ഒരെണ്ണം പോലും കോൺഗ്രസ്സുകാർ അതിനുശേഷം രചിച്ചിട്ടില്ല, പാടിയിട്ടില്ല. ഭാരത് മാതാ കി ജയ് ഒറിജിനലി മഹാത്മാഗാന്ധിയുടെ മുദ്രാവാക്യമാണ്. ഇപ്പോൾ ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞാൽ RSSകാരന് എത്തിയോ ഇവിടെ എന്ന് ചോദിക്കും. കാരണം RSS അത് വിടാതെ ആ പാരമ്പര്യം തുടർന്നുകൊണ്ടിരുന്നു. ഇവരത് 1947 ഓഗസ്റ്റ് 15 നിർത്തി. പിന്നെ അവർക്ക് ഭാരതം മാതാവുമല്ല, അത് ജയിക്കുകയും വേണ്ട. അവരുടെ കുടുംബം അത് നെഹ്റു തുടങ്ങി വെച്ചു, ഇന്ദിരയിലൂടെ രാജീവിലൂടെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ വന്നിട്ട് 4-3-7 പേര് നടത്തുന്ന കലാപരിപാടിയായിട്ട് അവസാനിച്ചു. ഇതാണ് അവരുടെ രാജ്യം എന്ന് പറയുന്നത്, അവരുടെ കുടുംബമാണ്. അതിനു വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. രാജ്യത്തെ ബലി കൊടുക്കും, വല്ലവരുടെയും മെക്കിട്ട് കയറും, തിരിച്ച് തല്ലുമേടിക്കും, എന്തും ചെയ്യും. എവറിത്തിങ് ഫോർ ദാറ്റ് ഫാമിലി. ആ അവസ്ഥയിലാണ് ഇത്തരം പ്രസ്താവന. പക്ഷേ കോൺഗ്രസ്സിൽ ഇപ്പോൾ ഈ അങ്ങനെയല്ല, രാജ്യസ്നേഹികളായ കുറച്ച് പേരെങ്കിലും അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ശശി തരൂരിനെ പറയാം. അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ഇതൊക്കെ കേട്ട് ഈ പാർട്ടിക്ക് നിൽക്കാൻ കഴിയുന്നു? എന്ത് ചെയ്യും അവർ? എവിടെ പോകും? ഇപ്പോൾ ശശി തരൂരിന് പോകാനായിട്ട് BJP ഉണ്ടെന്ന് പറയാം. BJPയിൽ കയറ്റുമോ അങ്ങേരെ? കാരണം അങ്ങേരുടെ സ്റ്റേച്ചർ വെച്ചിട്ട് ഒരു പൊസിഷനിലേക്ക് BJPയിലേക്കോ കേന്ദ്രമന്ത്രിസഭയിലേക്കോ അങ്ങേരെ കയറ്റാൻ പറ്റില്ല. കാരണം BJPക്കകത്ത് കലാപം നടക്കും. ഒറിജിനൽ BJPക്കാരുണ്ടല്ലോ, അവർ സമ്മതിക്കില്ല ഈ ലാറ്ററൽ എൻട്രി. അപ്പോൾ അത് ശശി തരൂരിന് ആ പ്രശ്നം ഉണ്ട്, മനീഷ് തിവാരിക്ക് ആ പ്രശ്നമുണ്ട്, ഗുലാം നബി ആസാദിന് പ്രശ്നം ഉണ്ടായിരുന്നു. പുള്ളി പുറത്ത് പോയി വേറെ പാർട്ടി ഉണ്ടാക്കി ഇപ്പോൾ എങ്ങും അല്ലാതെ പിടിച്ചില്ല. ഇതുപോലെ ഒരുപാട് പേരുണ്ട്. അവർ കറകളഞ്ഞ ദേശസ്നേഹികളൊന്നുമല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് സ്ട്രാറ്റജിക്കായിട്ട് ദേശസ്നേഹം, ഒരു ക്രൈസിസിൽ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെയുള്ള മനോഭാവമുണ്ട്. അല്ലാതെ ഒരു സിവിലൈസേഷണൽ ഫീലിംഗ് ഒന്നും അവർക്കില്ല. ട്രാൻസാക്ഷണൽ ഫീലിങ്ങേ ഉള്ളൂ. ആ സമയത്ത് ഇത് ശരിയല്ലല്ലോ എന്നുള്ള ചെറിയൊരു മനസ്സാക്ഷിക്കുത്ത്. അല്ല, ഇപ്പോഴത്തെ കാലത്ത് അതും വലുതാണ്. അത് വലുതാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ ആഘോഷിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ശശി തരൂർ ആഘോഷിക്കപ്പെടുകയില്ലല്ലോ. അങ്ങേരുടെ പിൽക്കാല ചരിത്രം, മുൻകാല ചരിത്രം നോക്കിയാൽ ആഘോഷിക്കപ്പെടാനായിട്ടൊന്നും തന്നെ ഇല്ല. ബട്ട് ശരി, കഴിഞ്ഞത് കഴിഞ്ഞു, ഇപ്പോഴെങ്കിലും അയാൾ കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ന്യായം വെച്ചാണ് അവരെ എടുക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനകത്തെ ദേശീയവാദികൾ ഒക്കെ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. അത് ഈവൻ കേരളത്തിൽ നോക്കിയോ, യഥാർത്ഥ കോൺഗ്രസ്സുകാരുടെ ശബ്ദം കേൾക്കാനില്ല. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നൊരു രാഷ്ട്രീയക്കാരൻ അടുത്ത കാലത്തെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് പിക്ചറായി പോയി പാവം. ഒരു ഒറിജിനൽ കോൺഗ്രസ്സാണ്, RSSകാരനൊന്നുമല്ല, ബട്ട് ദേശീയവാദിയാണ്. പക്ഷേ അങ്ങനെ ശബ്ദം കേൾക്കുന്നില്ല കോൺഗ്രസ്സിൽ വെച്ച്. പിന്നെ ഈ പറഞ്ഞ പോലെ പലപ്പോഴും വല്ല ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത് പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങയുടെ തലയിലിട്ട് കൊടുക്കും. പുള്ളിക്ക് ഇതൊന്നും ചെയ്യാനും പറ്റില്ല, അങ്ങോട്ട് എഴുതാൻ പറ്റില്ല, ഇങ്ങോട്ട് എഴുതാൻ പറ്റില്ല, സത്യാവസ്ഥ എഴുതാൻ പറ്റില്ല, നുണ എഴുതിയത് അതിലും വലിയ കുഴപ്പം. പുള്ളി ഇതിങ്ങനെ തള്ളി കൊണ്ടുപോകും, പിന്നെ അതങ്ങ് തീർന്നു പോകും. ഇങ്ങനത്തെ അവസ്ഥയാണ് കേരളത്തിലെ ദേശീയവാദികളായ യഥാർത്ഥ കോൺഗ്രസ്സുകാർക്ക്. ബാക്കിയുള്ളവരൊക്കെ കമ്മ്യൂണിസ്റ്റാണ്, അതുകൊണ്ട് അവർ സന്തോഷമായിട്ട് കഴിയും. ഈ ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഒരു ഔട്ട്കം എന്തായിരിക്കും? നമുക്ക് ഗുണകരമായ കാര്യങ്ങളുണ്ടാവുക? എനിക്ക് അതിലൊരു ചെറിയ നിരാശയേ ഉള്ളൂ. ഷാങ്ഹായ് ഉച്ചകോടി നിരാശയോ? എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ഈ എങ്ങും തൊടാത്ത പ്രസ്താവനകളുണ്ടല്ലോ.
അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തായിരുന്നു ആഗ്രഹിച്ചത്? അല്ല, കോൺക്രീറ്റ് സ്റ്റെപ്സ്. ഉം. ഇപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇവർ തീരുമാനിക്കുന്നു ഡോളറിൽ ഇനി ഞങ്ങൾ തമ്മിൽ കച്ചവടം ചെയ്യുന്നില്ല. ഡീ ഡോളറൈസേഷൻ എന്ന് പറഞ്ഞൊന്നും നടക്കാനൊന്നും പോകുന്നില്ല. ബ്രിക്സിൻ്റെ കറൻസി ഉണ്ടാക്കാൻ പോകുന്നില്ല, ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഈ കുറഞ്ഞ പക്ഷം അതിൻ്റെ പെർമനൻറ്റ് മെമ്പേഴ്സുണ്ട് 10 രാജ്യങ്ങൾ, അതിൽ പാകിസ്ഥാനും ഉണ്ട് കേട്ടോ. ആ 10 രാജ്യങ്ങൾ തമ്മിലെങ്കിലും നമ്മൾ അതാത് കറൻസിയിൽ കച്ചവടം ചെയ്യും എന്ന് തീരുമാനിക്കുക. ഈ 10 രാജ്യങ്ങളും എന്ത് വന്നു കഴിഞ്ഞാലും ഇന്ന ഐറ്റംസ് അതിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ട് ഈ ഷാങ്ഹായ് ഉച്ചകോടി തീരുമാനിക്കുന്നതിന് മാസങ്ങൾ മുമ്പ് തന്നെ ഈ സെക്കൻഡ് ലൈൻ ബിഹൈൻഡ് ദ കർട്ടൻ ടോക്സ് നടക്കുമല്ലോ. ആ ടോക്ക് നടന്നൊരു ധാരണയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഈ മോദിയെയും പുടിനെയും ഷീ ജിൻപിങ്ങെയൊക്കെ എഴുന്നള്ളിക്കുകയുള്ളൂ. അല്ലാതെ ഇവർ സംസാരിച്ചൊരു തീർപ്പിലെത്തുകയല്ല. എത്തിയ തീർപ്പ് ഫോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ നേതാക്കന്മാരുടെ ചുമതല. അവർ ഇടപെട്ട് അവർ ഒപ്പിട്ടൊക്കെ കഴിയുമ്പോൾ സംഭവത്തിന് ഗൗരവം വന്നു. അതിനു മുമ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ 110 ചർച്ചകൾ കഴിഞ്ഞിട്ടൊരു കൺസെൻസസിലെത്തും. അപ്പോൾ ഈ പറഞ്ഞ ഈ ഐറ്റംസ് പോലും തീരുമാനിക്കാൻ നമ്മൾ ഏതൊക്കെ ഐറ്റം മേജർ ട്രേഡ് നടക്കും, അതിൽ ഏത് കറൻസിയിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും, അത് അതാത് രാജ്യങ്ങളുടെ കറൻസി ആവണമെന്നൊന്നുമില്ല. 2 or 3 കറൻസി അക്സെപ്റ്റ് ചെയ്യുന്നു, അത് വെച്ചിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ ഒരു കോൺക്രീറ്റ് തലത്തിലേക്ക് വരാതെ തത്വത്തിൽ ഒരു കമ്മ്യൂണിക്കെ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് ഇനി എപ്പോഴാണ്. അതുകൊണ്ടാണ് പേടിച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്യാത്തത്. പേടിച്ചിട്ടല്ല, വാസ്തവത്തിൽ അന്യോന്യം പേടിച്ചിട്ടാണ്. അമേരിക്കയെ പേടിച്ചിട്ടല്ല, തമ്മിൽ പേടിച്ചിട്ടാണ്. കാരണം ചൈനയെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഈ പേടി നമുക്കുമുണ്ട്, റഷ്യക്കുമുണ്ട്. റഷ്യ ചൈനയുടെ ഇപ്പോൾ ഒരു അല്പം ആശ്രിതനായിട്ടാണ് നിൽക്കുന്നത്. ബട്ട് അത് ഇൻഡിപെൻഡൻ്റ് ആവണം എന്നൊരാഗ്രഹം റഷ്യക്കുമുണ്ട്. ചൈനയെ കണ്ടമാനം അങ്ങ് ഡിപ്പെൻഡ് ചെയ്താൽ അങ്ങനെ ശരിയൊന്നുമല്ല. അവനത്ര ട്രസ്റ്റ് വർത്തി അല്ല എന്നുള്ള ഒരു ഇമേജിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ചൈനയ്ക്ക് ഉണ്ടാവില്ലേ? ചൈനയ്ക്ക് അങ്ങനെ ഇല്ല. ചൈനയ്ക്ക് നിങ്ങളുടെ ട്രസ്റ്റ് ആവശ്യമില്ല, അതാണ് ചൈനയുടെ കാര്യം. ചൈന ഇപ്പോൾ സ്വയം അതുകൊണ്ടാണ് ഷീ ജിൻപിങ്ങിൻ്റെ പ്രസംഗത്തിൽ പുള്ളി പറഞ്ഞില്ലേ, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായൊരു കോൾഡ് വാർ മെൻറ്റാലിറ്റി ഇനി കൊണ്ടു നടക്കരുത്. ദാറ്റ് മീൻസ് നീ ഈ സിംഗിൾ പോൾ അമേരിക്കയാണ് എല്ലാത്തിൻ്റെ അധികം എന്നുള്ളത് അംഗീകരിക്കുന്നില്ല. വലിയൊരു വിഭാഗം എൻ്റെ കൂടെയാണ്. ഈ എൻ്റെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ നേതാവാണെന്നൊരർത്ഥം വരുന്നുണ്ടില്ല. അപ്പോഴാണ് പുടിൻ്റെയും മോദിയുടെയും ഒക്കെ നെറ്റി ചുളിയുന്നത്. ഷീ ജിൻപിങ് അങ്ങനെ പറയാൻ കാര്യം മൾട്ടിലാറ്ററൽ എന്നൊക്കെ പറഞ്ഞു പുള്ളി. ബട്ട് സ്റ്റിൽ അതിനകത്തൊരു താൻ പോരുമയുണ്ട്. ഇതൊക്കെ പ്രശ്നമാണ്. ഒരു 2ാം ചേരിയെ ഞാൻ നയിക്കും. അപ്പോൾ അതെ, അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആളുകൾക്ക് ഈ വളരെ സൂക്ഷിച്ച് മാത്രമേ തൽക്കാലം സ്പെസിഫിക്കലി പോകണ്ട. ഇങ്ങനെ എല്ലാവരും സഹകരിക്കും, എല്ലാവരും സഹകരിക്കും, അങ്ങനെ എഴുതി വയ്ക്കുക, അത് ഒപ്പിടുക. പക്ഷേ ഈ ട്രംപിൻ്റെ ഈ താരിഫ് വാറിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും ഉണ്ടാവണ്ടേ? ഈ ഔട്ട്കം ഒന്നില്ലെങ്കിൽ പിന്നെ ഇത് ഒരു വേസ്റ്റ് അല്ലേ ഈ എക്സർസൈസ്? ഇപ്പോഴത്തെ ലക്ഷണം കണ്ടിട്ട് അത് വളരെ പതുക്കെ വരുള്ളൂ, പെട്ടെന്നൊന്നും വരില്ല. ഈ ഒക്ടോബർ 14 ഒരു ഡേറ്റ് ഉണ്ടല്ലോ, കോർട്ട് ഓഫ് അപ്പീൽസ് ഇത് താരിഫ് റദ്ദാക്കി, എന്നിട്ട് ഒക്ടോബർ 14 വരെ അത് സ്റ്റേ ചെയ്തു സുപ്രീം കോർട്ടിൽ പോകാൻ. അപ്പോൾ ട്രംപ് അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ സുപ്രീം കോർട്ടിൽ പോകും. US സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുപ്രീം കോർട്ട് പോലെ വർഷങ്ങളെടുക്കുന്നൊരു കോടതിയൊന്നുമല്ല. മിക്കവാറും അവരൊരു ഏറിയാൽ 1 മാസം 2 ദിവസത്തെ ആർഗ്യുമെൻറ്റ്സ് കേട്ടിട്ട് അവർ വിധി പറയും. അപ്പോൾ ചിലപ്പോൾ ഒക്ടോബർ 14 മുമ്പ് തന്നെ ഈ താരിഫ് എല്ലാം അവരെടുത്ത് കളഞ്ഞെന്ന് വെച്ചു കോടതി. ദെൻ അമേരിക്കയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെ, ട്രംപ് ഇപ്പോഴും പറയുന്നുണ്ട് തകർന്നു പോകും അമേരിക്ക എന്ന് പറയാം. തകർന്നു പോകും അമേരിക്ക. പുള്ളി ജുഡീഷ്യറിയെ ചീത്ത പറയും, ജുഡീഷ്യറിലുള്ളവരെ നീക്കും. ജുഡീഷ്യറിൽ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് അമേരിക്കയിൽ ഭരണകൂടമാണ്, അല്ലാതെ കൊളീജിയും തെങ്ങാക്കൊലയൊന്നും അവിടെ ഇല്ല. പ്രസിഡൻ്റാണ് തീരുമാനിക്കുന്നത് കോടതിയെ. അപ്പോൾ അങ്ങനെയുള്ള വലിയ ആഭ്യന്തര കുഴപ്പത്തിലേക്ക് അമേരിക്ക പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിത്രം തെളിയണമെങ്കിൽ ഈ പറഞ്ഞ അമേരിക്കൻ സുപ്രീം കോടതിയുടെ വിധി കൂടെ വരണം. അതിനിടയ്ക്ക് ട്രംപ് ചിലപ്പോൾ നമ്മളുടെ ഈ SCO ഐക്യം തകർക്കാനായിട്ട് ട്രംപ് ശ്രമിക്കും. അതിലെ കുറച്ച് പേരെ വിലക്കെടുക്കാൻ നോക്കും. നിങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് നടത്താമെന്ന് പറയും. പുള്ളിയുടെ ഇത് ആയുധം എപ്പോഴും ഡീലാണല്ലോ, ട്രേഡ് ഡീൽ, കച്ചവടമാണ്. ആ ട്രേഡ് ഡീൽ വെച്ചിട്ട്
ചെറിയ ചെറിയ കിർഗിസ്ഥാൻ, തുർക്ക്മേനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ പറയുന്ന ആ സ്ഥാനങ്ങളൊക്കെ ചില്ലറ അവരൊക്കെ പെർമനൻറ്റ് മെമ്പേഴ്സാണ് SCO. അവരെയൊക്കെ ഒരുപക്ഷെ പുള്ളി വിലക്കെടുക്കാൻ ശ്രമിച്ചു എന്ന് വരാം. അതിന് വീണ്ടും റഷ്യ തടയിടും. ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും ജിയോ പൊളിറ്റിക്സിൽ വളരെ സങ്കീർണമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അതെ അതെ അതെ. SCO മീറ്റിങ്ങോടുകൂടി നമ്മളൊരു മൈൽ സ്റ്റോൺ അങ്ങ് അച്ചീവ് ചെയ്യും എന്ന് വിചാരിച്ചത് അത് ഒരുപക്ഷെ എൻ്റെ പോരായ്മ കൊണ്ടാകാം, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല. ഏതായാലും ഈ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിന് വരാനിരിക്കുകയാണല്ലോ. അതെ, അതുകൂടെ നോക്കാം. നോക്കാം അതിൻ്റെ ഡ്രാഫ്റ്റ് വരുമ്പോൾ കാണാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.